അതെ, നല്ല മഞ്ഞുകാലമാട്ടോ. നോക്കിയേ, നിറച്ചും പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം വൈകുന്നേരമായി, അക്കുഡൂസ് സ്കൂളും വിട്ട് വരാനായി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ച് വീട്ടിലേക്ക് പോട്ടെ. അക്കുഡൂസിന് ഇത് വെച്ചിട്ടല്ല കേട്ടോ. അപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കി വെക്കണം, വിശന്നുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അവൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുക. അപ്പോഴാണ് കാന്താരി നിറച്ചും കണ്ടത്. ഇതും പറിച്ച് പോട്ടെ, അപ്പം ഉണ്ടാക്കാം അല്ലേ മക്കളെ? തുടങ്ങിയാലോ? അപ്പം ഇത് ബെല്ലം ഉരുക്കിയതാണേ. അപ്പം ഇത് ചെറുപഴമാണ്. ഇത് കുറച്ച് വറുത്ത അരിപ്പൊടിയാട്ടോ, പച്ചരിപ്പൊടിയാണ് വറുത്തത്. പിന്നെ ഇത് നമ്മൾ അവിൽ, അതുപോലെ തന്നെ തേങ്ങ, ഏലക്ക പൊടിച്ച് വെച്ചതാട്ടോ. അത് 3-4 ഏലക്ക. അപ്പം തുടങ്ങിയാലോ? മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നതാട്ടോ. മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ്. അപ്പം നല്ല മധുരം ഉള്ളതാണ്. അപ്പം നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലെന്താക്കുക, വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കൊരു കാമുറി തേങ്ങയോളം ഇതിൽ ചിരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 4 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്താക്കുക, ഇതിലേക്കൊരു 6ഓളം ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ തേങ്ങയിലും നമ്മളെ ചെറുപഴത്തിലൊക്കെ ഈ വെല്ലമൊക്കെ ഒന്ന് പിടിക്കട്ടെ. കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റും ആട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ചെറുപഴവും നമ്മളെ അവിലും വെല്ലമൊക്കെ ആണല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കല്ല, എല്ലാവർക്കും ഒരുപോലെ വൈകുന്നേരം 4 മണി ചായക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഞാൻ അവിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിൽ കുറച്ചാണ്, ഒരു കപ്പോളം അവിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് എന്താക്കുക, ഈ വെല്ലമൊക്കെ ഈ അവിലിലും പഴത്തിലും നമ്മളെ തേങ്ങയിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. എൻ്റെ പൊന്നും മക്കളെ, ഇപ്പം വരുന്നൊരു സ്മെല്ല് ഇപ്പോഴേ എടുത്ത് കഴിക്കാൻ തോന്നും. പക്ഷേ ആയിട്ടില്ല കേട്ടോ, ഇതിനും കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് സാധനം കാണിക്കുമ്പം ഞാൻ ക്യാരറ്റ് കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടാനൊന്നും അല്ല കേട്ടോ. അപ്പം അത് പിന്നെ ആവശ്യമുണ്ട്. അപ്പം 2 ക്യാരറ്റ് എടുത്തിട്ട് ചിരണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞാനത് പറയാൻ മറന്നുപോയി. അപ്പം ലാസ്റ്റ് കാണിക്കുമ്പം ക്യാരറ്റ് ഫസ്റ്റ് കാണിച്ചില്ല എന്നൊരിത് വരണ്ട. അപ്പം 2 ക്യാരറ്റ് ചിരണ്ടിയെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കി വരണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ഇടുന്ന വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ വീഡിയോ ഓണായില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ഒന്നിനും അല്ല അരിപ്പൊടി ഇടുന്നത്, ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം വറ്റി വന്ന ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. എന്നിട്ടൊന്ന് തണിയും വേണം കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തണിയാൻ വെക്കണേ. അപ്പം മക്കളെ, എന്നിട്ട് ഇതുപോലെ ഒന്ന് തണിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ഇടിച്ച് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ എല്ലാം യോജിപ്പിച്ച് പഴമൊക്കെ ഒന്ന് ഇടിച്ച്, അതായത് ഇതുപോലെ കയ്യിലോ എന്തെങ്കിലും വെച്ച് ഇടിച്ച് കൊടുത്തിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതൊന്ന് കുഴച്ച് നമുക്ക് കയ്യിലൊക്കെ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഉടച്ച് കയ്യിലേക്ക് ഇതാവുന്ന രീതിയിൽ എല്ലാം ഉടച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പം ഇതുപോലെ ഇതിലൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ അടുപ്പത്തു നിന്ന് എടുത്ത് തണിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അവിലും പഴവും എല്ലാം ഉടഞ്ഞ് തേങ്ങയെല്ലാം ഇതുപോലത്തെ ഇതിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് കയ്യിൽ ഉരുട്ടാൻ പിടിക്കുമ്പം അതുപോലെ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ, അതിനാണ് ഞാൻ അടുപ്പത്തിൽ വെച്ചപ്പം തന്നെ അരിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ കയ്യിലേക്ക് ഉണ്ടയാക്കിയിട്ട് പിടിക്കണം. ഉണ്ടയല്ല, ഇങ്ങനെ കൈ പിടിച്ചിട്ട് അപ്പുറവും ഇപ്പുറവും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കയ്യിലാക്കിയിട്ട്, കണ്ടില്ലേ, ഉരുട്ടുക എന്ന് വെച്ചാൽ ഉണ്ടയല്ല, ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് എടുത്തിട്ട് ഇത് കണ്ടോ, കാണിച്ചു തരാം. എന്നിട്ട് അടിഭാഗം ഒന്ന് അപ്പുറവും ഇപ്പുറവും ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഉണ്ടയാക്കി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു ആകൃതിയിലാണ് എടുക്കുന്നത്. ആദ്യവും വീഡിയോ പിടിച്ചായിരുന്നു, പക്ഷേ അതും കിട്ടിയില്ല. അപ്പോൾ അത് ഉരുട്ടി വെച്ചിട്ടും ഉണ്ട് താഴെ. ഇത് കണ്ടോ, ഇതുപോലെ കേട്ടോ, നീളത്തിലാണ്. നമ്മളെ മീൻകായൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അടിഭാഗം ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഉണ്ട പിടിക്കാനാണെങ്കിൽ അങ്ങനെ ഉണ്ട പിടിച്ചു കൊടുത്താലും മതി കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കിയിട്ട് ബൗളായിട്ട് പിടിച്ചു കൊടുത്താൽ മതി. വലുതാക്കി പിടിക്കരുത്, ചെറുതായിട്ട്.
നമ്മുടെ മക്കൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. മക്കൾക്ക് മാത്രമല്ല, എനിക്കും ഭയങ്കര ഇഷ്ടം. ഇത് വായിൽ വെച്ചാലുണ്ടല്ലോ, ഇപ്പോഴും തന്നെ വായിൽ ഇങ്ങനെ അലുത്തില്ലാതായി പോകുന്നൊക്കെ പറയില്ല, അതുപോലെ വായിൽ വെച്ചതേ അറിയത്തുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റുമാണ്, അത്രയ്ക്കും സോഫ്റ്റായിട്ടാണ് കിട്ടുക. അപ്പം ഞാനിതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാം, ഞാനിങ്ങനെ എടുത്ത പോലെ എടുക്കുക. ഇത് ഉരുട്ടാനൊന്നും വലിയ പണിയില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ബോളായിട്ട് പിടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് മൊത്തം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. അക്കഡൂസ് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. പിന്നെ അക്കഡൂസിനെ ഇത് ഞാനെന്താക്കി, അവനെ റിഹാൻ കൂട്ടിയിട്ട് പോയി. കൂട്ടിയിട്ട് വന്നിന്ന് ക്ലാസ്സില്ലായിരുന്നു. അപ്പോൾ അക്കഡൂസ് കുളിക്കുകയാണ്. ഇതിന് കഴിയാനായി. ഇത് കണ്ടില്ലേ. ഇനി ഞാൻ ഇതുപോലെ ആക്കിയിട്ട് ക്യാരറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചായിരുന്നു, ചിരണ്ടിയിട്ട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ഒന്ന് ഇതിട്ടിട്ട് ഉരുട്ടി കൊടുത്താൽ മതി. ഇതിലേക്ക് ഒന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ പിടിച്ച് കൊടുക്കുക. ആ ക്യാരറ്റ് കുറച്ച് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ആ മേലെയൊക്കെ ആ ക്യാരറ്റ് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് ഇത് ചിരണ്ടി എടുക്കണം. നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കൂലേ, അതുപോലെ ചിരണ്ടി എടുത്തിട്ട് ഇതിൻ്റെ മേലത്തേക്ക് ഇങ്ങനെ ആക്കിയെടുക്കുക. പിന്നെ ഇതിലൊരു എണ്ണയോ ഒന്നും ആക്കുന്നില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡാണ്. അപ്പം ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എണ്ണ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പം ഞാൻ ഇതിലൊക്കെ ഈ ക്യാരറ്റ് ഒന്ന് മുക്കി ഇതുപോലെ എടുക്കട്ടെ. ക്യാരറ്റ് 2 3 എന്ത് നിങ്ങളിപ്പോൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ഇതുപോലെ അതിന് ചുറ്റും പിടിക്കാനുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. ഞാനിപ്പം ആദ്യം 2 ക്യാരറ്റ് എടുത്തായിരുന്നു, അപ്പോൾ അത് എത്തിയില്ല. പിന്നെ 2 കൂടി ചിരണ്ടിയിട്ട് എടുത്തു. അപ്പം എന്താ പറയുക, തേങ്ങയായാലും അവിലായാലും വെല്ലമായാലും ചെറുപഴം ആയാലും ഒക്കെ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് ആവിക്ക് ഇതാക്കിയെടുക്കാം. ഓൾറെഡി എല്ലാം അടുപ്പത്തിട്ട് നമ്മൾ വേവിച്ചതാണ്, എന്നാലും നമുക്കിതുപോലെ ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റോളം ആവിക്ക് വെച്ചിട്ട് ഇങ്ങെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് കഴിയും. അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.